മക്കളുടെ പഠിത്തമുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ കല്യാണമുണ്ട്, ഹോസ്റ്റൽ ഫീസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ ലോക്കായി കിടക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം ഈ 50 വയസ്സിന് മുകളിലേക്കും പ്രവാസിയായിട്ട് ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളും. 50 വയസ്സ് കഴിയുമ്പോഴാവരുത് എൻ്റെ മോളെ പഠിപ്പിക്കണം, മക്കളുടെ കല്യാണമുണ്ട്, അല്ലെങ്കിൽ മകൻ്റെ വിദ്യാഭ്യാസമുണ്ട് എന്നുള്ള ചിന്ത വരേണ്ടത് കുറച്ചുകൂടി മുമ്പായിരിക്കണം. കാരണം നാട്ടിൽ പോയി ഒരു മാസം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പലരോടും കടം ചോദിച്ചിട്ട് വരുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെർമനന്റ് ആയിട്ട് നാട്ടിൽ പോയി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു പാസീവ് ഇൻകം ഇല്ലാതെ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നല്ല ബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല പ്രവാസികളും കിട്ടുന്നിടത്തോളം കാലം പ്രവാസിയായി ജീവിക്കണം എന്നുള്ള ചിന്തയുടെ പുറത്ത് ജീവിച്ച് പോകുന്നത്. നമസ്കാരം, ഞാൻ ധനേഷ് മുരളി. നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം പ്രവാസികളെ പറ്റി തന്നെയാണ്. നിങ്ങളൊരു പ്രവാസിയാണെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസം എത്ര പ്രവാസികളെ കാണുന്നുണ്ട്? അതിൽ എങ്ങനെ പോലും ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള എത്ര ആളുകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്? ഈ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഇന്നും ഈ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നത് ഈ ചൂടത്തും ബുദ്ധിമുട്ടിയും ഫാമിലിയെ കാണാതെയൊക്കെ ജോലി ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മളെന്താ കരുതുന്ന ഒരു പക്ഷേ ഇവർക്ക് നാട്ടിൽ പോയിക്കൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ? പറ്റില്ല. അവർക്ക് നാട്ടിൽ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നും ജോലി ചെയ്യുന്നത്. ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ പലരെയും പറ്റി പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്ര വർഷമായിട്ട് ഈ മനുഷ്യൻ ഗൾഫിലാണ്, തിരിച്ചു വന്നൂടെ, ഇവർക്കൊക്കെ ഒന്ന് വന്ന് നാട്ടിൽ സുഖമായി ഫാമിലിയുടെ കൂടെ ജീവിച്ചൂടെ എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഇതേപോലെ, ഇത്രയും പ്രായമായില്ല, ഇവരൊക്കെ ഇത്രയും ക്യാഷൊക്കെ ഉണ്ടാക്കിയില്ല, ഇനി ഇവർക്ക് നാട്ടിൽ വന്ന് നിന്നൂടെ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും അതിൻ്റെ വസ്തുത എന്താണ്? അവർക്ക് നാട്ടിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ മക്കളുടെ കൂടെ, ഫാമിലിയുടെ കൂടെ, അല്ലെങ്കിൽ നാട്ടുകാരുടെ കൂടെ, അല്ലെങ്കിൽ നാട്ടിലുണ്ടാകുന്ന ആഘോഷങ്ങളുടെ കൂടെ ഒക്കെ ജീവിക്കണമെന്ന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ നാട്ടിൽ വന്നാൽ എങ്ങനെ ജീവിക്കുമെന്നൊരു ചോദ്യമുണ്ടല്ലേ. ഒരു സാമ്പത്തികം വേണമല്ലോ എന്തായാലും. അല്ലെങ്കിൽ മക്കളുടെ പഠിത്തമുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ കല്യാണമുണ്ട്, ഹോസ്റ്റൽ ഫീസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ ലോക്കായി കിടക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം ഈ 50 വയസ്സിന് മുകളിലേക്കും പ്രവാസിയായിട്ട് ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളും. ഇത് വെറുതെ ഒരു സ്റ്റഡിയുടെ പുറത്ത് പറയുന്നതല്ല. നമ്മൾ നിരന്തരം പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പല ആളുകളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അത് തന്നെയാണ്. പലരിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ അല്ല ആളുകൾ. പലർക്കും വലിയ സങ്കടങ്ങളുണ്ട്, നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ പല ആളുകൾക്കും ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നാട്ടിൽ പോകാൻ സാഹചര്യമില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ബേസിക്കലി നമുക്ക് നാട്ടിൽ ചെന്നാൽ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? കാശ് തന്നെ വേണം, ഇല്ലേ? പ്രൈമറി ആയിട്ടുള്ള കാര്യം കാശല്ല കേട്ടോ, എല്ലാം കാശല്ല. ആരോഗ്യമാണ്, ആരോഗ്യം മസ്റ്റാണ്. 2 ഫാമിലി ലൈഫാണ്. മൂന്നാമതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സമ്പത്ത് എന്നുള്ള കാര്യം വരുന്നത്. എന്നാൽ പോലും സമ്പത്ത് എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നാട്ടിൽ പോയി ഒരു മാസം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പലരോടും കടം ചോദിച്ചിട്ട് വരുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെർമനന്റ് ആയിട്ട് നാട്ടിൽ പോയി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു പാസീവ് ഇൻകം ഇല്ലാതെ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നല്ല ബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല പ്രവാസികളും കിട്ടുന്നിടത്തോളം കാലം പ്രവാസിയായി ജീവിക്കണം എന്നുള്ള ചിന്തയുടെ പുറത്ത് ജീവിച്ച് പോകുന്നത്. പക്ഷെ നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ, നമ്മുടെ തീരുമാനത്തിൽ ചെറിയ മാറ്റം വരുത്താൻ സാധിച്ചാൽ അത് വലിയ മാറ്റമായി മാറും. പക്ഷെ ആ തീരുമാനം നമ്മൾ എടുക്കേണ്ടത് കുറച്ചുകൂടി നേരത്തെ ആയിരിക്കണം. അതായത് 50 വയസ്സ് കഴിയുമ്പോഴാവരുത് എൻ്റെ മോളെ പഠിപ്പിക്കണം, മക്കളുടെ കല്യാണമുണ്ട്, അല്ലെങ്കിൽ മകൻ്റെ വിദ്യാഭ്യാസമുണ്ട് എന്നുള്ള ചിന്ത വരേണ്ടത് കുറച്ചുകൂടി മുമ്പായിരിക്കണം. ഒരു 30 വയസ്സൊന്നും ഇത് സ്വാഭാവികമായിട്ട് ആർക്കും വരണമെന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ വളരെ ഫാസ്റ്റാണ്. അവർ ഇപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ മുമ്പ് പോയ പ്രവാസികളെ കണ്ടിട്ടാവാം ഒരു പക്ഷെ അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടുമ്പോൾ തന്നെ പലരും ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ് എന്നൊക്കെ പറഞ്ഞ് അവർ കൃത്യമായിട്ടുള്ള ഗോള് പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. ആ രീതിയിലേക്ക് എല്ലാ പ്രവാസികളും വരണം. കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്നും അങ്ങനെ ചിന്തിച്ച് പോകുന്നത്. അപ്പം എല്ലാ ആളുകളും ആ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം പ്രവാസികൾക്കിടയിൽ ഉണ്ടാവാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ഇതൊരിടത്തും സംസാരിക്കാറില്ല. ഇപ്പോൾ നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസ് കാര്യങ്ങൾ, ഒരു മീറ്റിങ്ങിലോ ഒന്നും ഇങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യില്ല. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളുകൾ പോലും മറ്റൊരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നും നിങ്ങളുടെ ലൈഫ് സെറ്റ് ആക്കണമെന്നും പറഞ്ഞു കൊടുക്കാറില്ല. കാരണം മറ്റുള്ളവർ നന്നായി കാണണ്ട എന്നൊരു ചിന്തയുടെ പുറത്തായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ സൗഹൃദ വലയങ്ങളിലും നമ്മുടെ സംസാരങ്ങളിലും ഒക്കെ തന്നെയും ഉയർന്നു വരേണ്ട ഒരു വിഷയമാണിത്. നാട്ടിലേക്ക് പോകണമെന്നുള്ളതും നാട്ടിൽ പോയാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്ത കൂടി നമ്മുടെ സംസാരത്തിൽ എപ്പോഴും വരണം. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്നത് പുതിയ ബിസിനസ്സുകളെ പറ്റിയും പുതിയ ആശയങ്ങളെ പറ്റിയും അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയെ പറ്റിയൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ പലപ്പോഴും സംസാരിക്കുന്നത്.
സംസാരിക്കാറുള്ളത്. അത് നല്ല തന്നെയാണ്, അതും വേണം. പക്ഷെ അതിനോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഒരു ലോങ് ടൈം വിഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പോയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ പുതിയൊരു ഇൻകം, ഒരു പാസീവ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഈ ഒരു കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നമ്മുടെ സംസാരത്തിലും നമ്മുടെ സൗഹൃദ വലയങ്ങളുടെ സംസാരത്തിൽ കൂടി ഉൾപ്പെടുത്താം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട് വെച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്, വീടൊരു കമ്പൽസറിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾക്കൊരു പാസീവ് ഇൻകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് SWP എന്ന് പറയുന്ന ഒരു പ്ലാൻ, അതായത് സിസ്റ്റമാറ്റിക് വിത്ഡ്രോയൽ പ്ലാൻ, ഈ പ്ലാൻ എങ്ങനെ ഓരോ പ്രവാസികൾക്കും വളരെ സ്യൂട്ടബിൾ ആയിട്ട് നടപ്പാക്കണം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതായത് SWP എന്ന് പറയുമ്പോൾ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ തുകയിൽ നിന്നും വിഡ്രോ ചെയ്യുന്നതിനാണ് SWP എന്ന് വിളിക്കുന്നത്. അത് ഒറ്റത്തവണയായിട്ടോ അല്ലെങ്കിൽ SIP പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ആ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ന് ഒരു സാധാരണ പ്രവാസിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിന് നാട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 40,000, 50,000, 60,000 ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ വീട് എവിടെയാണ്, അത് നഗരത്തിലാണോ അല്ലെങ്കിൽ ഗ്രാമത്തിലാണോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ കുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം നമ്മുടെ ഒരു മാസത്തെ വീട്ടിലെ ചെലവ് വരുന്നത്. എന്നാലും നമുക്കൊരു ആവറേജ് ഒരു 50,000 എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1 CR അല്ലെങ്കിൽ 1.25 CR നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിലുണ്ടെങ്കിൽ എല്ലാ മാസവും ഈ 50,000 റുപ്പീസ് നമുക്ക് SWP വഴി വിഡ്രോ ചെയ്യാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ കരുതുക എന്താണ്, ഈ 1.25 കോടി രൂപ ഞാനിപ്പോ ഇവിടെ നിന്ന് ഉണ്ടാക്കാനാണ് എന്നുള്ളത് തന്നെയല്ലേ. പക്ഷെ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും, ഞാൻ പറഞ്ഞ ഒരു ലേബർ കാറ്റഗറിയിൽ പെട്ട ഒരു പ്രവാസിക്ക് പോലും അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സമയം കൂടുതൽ എടുത്തേക്കാം. പക്ഷെ ഒരു മറ്റൊരു നല്ല പോസ്റ്റ് ഇരിക്കുന്ന ആൾക്ക്, നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു ഷോർട്ട് ടൈം പീരീഡിൽ അത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ തിങ്കിങ് പ്രോസസ്സാണ് അതിന് പ്രധാനമെന്ന് പറയുന്നത്. അതായത് 1 കോടി രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരു 15 വർഷം 20,000 റുപ്പീസ് വെച്ച് നിക്ഷേപിച്ചാൽ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ചാൽ 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും. ഇനിയിപ്പോൾ 5,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അതും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അതിന് കുറച്ചുകൂടി ലെന്ത് ഉണ്ടാവുന്നുള്ളൂ. 25 ഇയർ അല്ലെങ്കിൽ 30 ഇയർ ഒക്കെ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ ഡ്യൂറേഷൻ, ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ഇതിനൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ എല്ലാവർക്കും ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതെനിക്ക് പണക്കാരനാവണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇൻകം ഉള്ള വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യനും അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്കത് ചെയ്യണമെന്നുള്ള വലിയ വിശ്വാസവും ആ ഒരു ആഗ്രഹവും ഉണ്ടാവണമെന്ന് മാത്രം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഒരു 1.25 കോടി രൂപ നിങ്ങൾ കുറേ നാൾ അല്ലെങ്കിൽ ഒരു 10-15 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നു, 50,000 റുപ്പീസ് വെച്ച് നിങ്ങളത് വിഡ്രോ ചെയ്യുന്നു. അതിനോടൊപ്പം ഈ 1.25 കോടി രൂപ എന്താവുന്നു, വീണ്ടും ഗ്രോ ആയിക്കൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു 12% റിട്ടേൺ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ 12% റിട്ടേൺ പൂർണ്ണമായിട്ടും പിൻവലിക്കാതെ നിങ്ങളൊരു 8 to 10% റിട്ടേൺ ഒക്കെ ആണ് നിങ്ങൾ അതിൽ നിന്ന് പിൻവലിക്കുന്നെങ്കിൽ വീണ്ടും നമ്മുടെ ഒരു 2 to 3% ഗ്രോത്ത് നമ്മുടെ 1.25 ലാഖിൽ വരും. അങ്ങനെയാണെങ്കിൽ കുറേ വർഷം കഴിയുമ്പോൾ അത് വീണ്ടും വളരുകയും അത് വലിയൊരു കോർപ്പസ് ആയിട്ട് ബിൽഡ് ചെയ്യാനും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് ചെയ്ത കോർപ്പസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങാനും സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞ പലരെയും കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തോന്നാറുണ്ട് അല്ലെ, അയ്യോ ആ പാവം എത്ര നാളും കൊണ്ട് ഗൾഫിലാണ്, അല്ലെങ്കിൽ ചിലതെങ്കിലും പറയുന്നുണ്ട് എത്ര നാളും കൊണ്ട് അയാൾ ഗൾഫിലാണ്, അയാൾക്ക് നാട്ടിൽ പൊക്കൂടെ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ പോകാൻ സാധിക്കാത്തത് അവരുടെ ബുദ്ധിമുട്ടും സാമ്പത്തിക സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെയാണ്. അപ്പൊ ആ ഒരു സാമ്പത്തിക സാഹചര്യമൊക്കെ ഒരു മുൻകൂട്ടി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾക്ക് മുമ്പേ സഞ്ചരിച്ച അവരുടെ പ്രവാസികളുടെ പാത അതേപോലെ ഫോളോ ചെയ്യാതെ നമ്മളൊരു 30 വയസ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചാൽ ഒരു 45 വയസ്സാകുമ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് നാട്ടിലെത്തി ജീവിക്കാൻ സാധിക്കും. അപ്പൊ കഴിഞ്ഞു പോയപ്പോഴും ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇനി വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട പ്രവാസികളെങ്കിലും നിങ്ങളുടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 20% എങ്കിലും ഞാൻ നിക്ഷേപിക്കും, അതിനുശേഷം ഞാൻ അത് ചിലവാക്കൂ എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഭാവിയും ശോഭനമാകൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു SWP പ്ലാൻ എന്താണ് അറിയണം, എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ മാസം അതിൽ നിന്ന് പിൻവലിക്കണം, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു.